ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചതിന് പിന്നാലെ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം. കഴിഞ്ഞ നവംബറിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ബെയ്റൂട്ടിലേക്ക് ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ തൊടുത്തതിന് പിന്നാലെയാണ് ഇസ്രായേൽ കടുത്ത പ്രത്യാക്രമണം നടത്തിയത്. ബെയ്റൂട്ടിലെ ദഹിയയിലുള്ള ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന UAVകൾ സൂക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങൾ ആക്രമണത്തിൽ തകർത്തതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആക്രമണത്തിന് മുമ്പ് മേഖലയിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകുവാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലുള്ള കിര്യാത് ഷെമോണ, ഗലീലി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് റോക്കറ്റ് ആക്രമണം നടത്തിയത്. ഇതിന് പിന്നാലെ ഇവിടെ ജനങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ ബെയ്റൂട്ടിലും സമാധാനമുണ്ടാകില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരുന്നു. പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മണിക്കൂറുകൾക്കകം സൈന്യം വ്യോമാക്രമണം നടത്തുകയും ചെയ്തു. ഒരു ട്രക്കും ഹിസ്ബുള്ളയുടെ ഡ്രോൺ സംഭരണ കേന്ദ്രവും ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണമെന്ന് ഇസ്രായേലി സൈനിക വക്താവ് പറഞ്ഞു. മുന്നറിയിപ്പ് വന്നതോടെ ദഹിയ നിവാസികൾ പ്രദേശത്തു നിന്നും പലായനം ചെയ്തിരുന്നു. സമൂഹമാധ്യമങ്ങൾ ശ്രദ്ധിക്കാത്തവർക്ക് മുന്നറിയിപ്പ് നൽകുവാൻ ആകാശത്തേക്ക് വെടിവെക്കുന്നതും കാണാമായിരുന്നു. ഇതിനിടെ ലെബനനിൽ നിന്ന് വന്ന 2 റോക്കറ്റുകൾ തകർത്തതായി ഇസ്രായേൽ അറിയിച്ചു. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടക്കുന്നത്. വെള്ളിയാഴ്ചത്തെ റോക്കറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. അതേസമയം കഴിഞ്ഞ ദിവസം യമനിൽ നിന്ന് ഹൂതികൾ തൊടുത്ത 2 ബാലിസ്റ്റിക് മിസൈലുകൾ വിജയകരമായി തടഞ്ഞതായി ഇസ്രായേൽ അറിയിച്ചു. മധ്യ ഇസ്രായേലിലും ജെറുസലേമിലുമാണ് സൈറണുകൾ മുഴങ്ങിയത്. സംഭവത്തിൽ ഇസ്രായേലിൽ നാശനഷ്ടങ്ങളും ആളപായവും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് IDF അറിയിച്ചു. ടെലവീവ്, റിഷോൺ ലെസിയോൺ, റഹോവോട്ട്, ജെറുസലേമിന്റെ പ്രാന്തപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ രാത്രി 8 മണിയോടെയാണ് സൈറണുകൾ മുഴങ്ങിയത്. അതേസമയം യമനിലെ ഹൂതികളെ ലക്ഷ്യം വെച്ച് US നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹൂതി കേന്ദ്രങ്ങൾ നിലംപരിശായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹൂതികൾക്കെതിരെ കർശന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്.